റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രുചിയിലുള്ള നൂഡിൽസ് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. നൂഡിൽസ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ മാഗി നൂഡിൽസ് ആണെങ്കിൽ മസാലയും അതിലുണ്ടാവും. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള മസാലയിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെയുള്ള നൂഡിൽസാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ മസാലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഓവർ കുക്കാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഒട്ടുന്നൊരു പരുവത്തിലാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്കിത് ഊറ്റിയെടുക്കാം. വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ആ ഒരു പശക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്തിന് ഇതിൽ കുറച്ച് ഓയിലൊന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നൂഡിൽസ് ഒന്നും തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ അവിടെ ഇരുന്നോളും. ഇനിയിപ്പോൾ ഇതാ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നൂഡിൽസിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് കേട്ടോ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് കുഴഞ്ഞ് പരുവത്തിൽ വഴറ്റിയെടുക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ആ ഒരു ഉള്ളിയുടെ കടിയൊക്കെ മാറി കിട്ടുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ക്യാബേജ് നീളത്തിൽ അരിഞ്ഞതും ക്യാരറ്റ് നീളത്തിൽ തിന്നായിട്ട് അരിഞ്ഞതും അതുപോലെ ക്യാപ്സിക്കം അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എത്രത്തോളമാണ് വെജിറ്റബിൾസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലൊക്കെ വെജിറ്റബിൾസ് കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികളും ഈ ഒരു നൂഡിൽസിൻ്റെ കൂടെ ആകുമ്പോൾ അങ്ങ് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെജിറ്റബിൾസും ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകുന്നു വേണ്ട, ഒരു ഹാഫ് കുക്കായാലും മതി കേട്ടോ. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ഇതുപോലെ സൈഡിലേക്കൊന്ന് നീക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു നടുഭാഗത്തേക്കായിട്ട് ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ചിക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ ഇതുപോലെ ഒന്ന് കിട്ടും. എന്നിട്ട് എല്ലാം മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് മാഗിയുടെ എക്സ്ട്രാ ടേസ്റ്റ് ചിക്കൻ്റെ മാജിക് ക്യൂബാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് 1/2 പകുതി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതൊന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ചുക്ക് പൊടിയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയും പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ നമ്മൾ എത്രയാണോ നൂഡിൽസ് ഉള്ളത് അതിൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. എത്രത്തോളമാണോ നമുക്ക് ആ ഒരു മസാല അതിലേക്ക് വേണ്ടത് അത്രയും എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ മസാലകളൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെ ഫ്ലേവറാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഇതിലേക്കൊരു മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ, ചെറിയ പീസായിട്ട് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസും സോയാ സോസും ഗ്രീൻ ചില്ലി സോസുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നൂഡിൽസിൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നൂഡിൽസിൻ്റെ ഈ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സോസുകളൊക്കെയാണ്. ആ സോസുകളൊക്കെ വരുമ്പോഴാണ് അതിന് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. പിന്നെ ഈ ഒരു മസാലകളും അപ്പോൾ അതും മസാലകളൊന്നും ഒരുപാട് കുത്തലൊന്നും ഇല്ലാതെ അതിൻ്റെ ആ ഒരു അളവിനനുസരിച്ചിട്ട് തന്നെ ഒരു ഫ്ലേവർ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഓയിൽ ചേർത്തിട്ട്, ഇതിൽ ഞാൻ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓയിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡിയായി. ഇനി ചൂടോട് കൂടിയിട്ട് അതിന് സെർവ് ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.